ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് എവിടെ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി കോലാലംപൂർ പോവുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ 6 മണിയായപ്പം ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന ഈ രാവിലെ ഇരുട്ടായിരുന്നു. അപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പം നേരം വെളുത്ത് വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ വണ്ടിത്തിരക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ അങ്ങ് പോകാമെന്നങ്ങ് വിചാരിച്ചത്. പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ പാട്ടൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു. നല്ല രസമാണ് ഇവിടെ. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും ഇല്ല, പോകാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കിട്ടുന്നുമുണ്ട്. യെസ്. പിന്നെ അതിന് ശേഷം എല്ലാ ഗ്രാമങ്ങളാണ് കേട്ടോ. ഞങ്ങളൊരു ഷോർട്ട് കട്ട് വഴിയാണ് പോയത്. അപ്പം നല്ല ഗ്രാമപ്രദേശമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെ ചെറിയ വീടുകളും അതിൻ്റെ സൈഡിലോട്ട് പിന്നെ മരങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. തെങ്ങും മാവും പ്ലാവും എല്ലാം ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ആട്, പിന്നെ അതുപോലെ പശു, അതിനെയൊക്കെ കാണാൻ പറ്റിയിട്ട്. പിന്നെ ഈ കാണുന്ന റബ്ബർ തോട്ടമാണ് ഒരു വീടിൻ്റെ അടുത്തുള്ള. പിന്നെ കുറേ വീടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ തടി കൊണ്ടുള്ള വീടുകളാണ് കേട്ടോ. ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് പഴയ ഉള്ള സൈസുള്ള വീടുകളൊക്കെയാണേ. കണ്ടോ, തെങ്ങൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. തെങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ദൂരം വന്നിട്ട് നമ്മുടെ ഒരു പീടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പോട്ടിക്സൺ. അതൊരു ബീച്ചാണ് കേട്ടോ, ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ചെറിയതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ ആളുകളൊക്കെ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ബീച്ചാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ട്, കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ എയർ ഏഷ്യയുടെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കണ്ടു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഫോട്ടോ തൊട്ടടുത്ത്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്ലൈറ്റ് ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെയും തിരിച്ചു യാത്ര. അവിടെ നിന്ന് പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് എയർപോർട്ടാണ്, എയർപോർട്ടിൻ്റെ അകമാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴി തന്നെയാണ് എയർപോർട്ടും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഞങ്ങൾ കണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര അങ്ങനെ തിരിച്ചു. ഫുള്ള് പച്ചപ്പാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്ന് ആ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെ ക്ഷീണമായിരുന്നുകൊണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രിയിൽ ഞങ്ങൾ പുറത്തിറങ്ങി. അതായത് KL ടവർ കാണാൻ വേണ്ടി പോകണം. കോലാലംപൂർ ഉള്ള ടിൻ ടവർ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു. പിന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ സൈക്കിൾ പോലത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചുകൊണ്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞങ്ങൾ ടിൻ ടവറിൻ്റെ അടുത്ത് എത്തി കേട്ടോ. എന്തോ രസമാണോ കാണാൻ വേണ്ടി. രാത്രി നല്ല ഭംഗിയാണ് കേട്ടോ ഈ ടിൻ ടവർ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് മലയാളീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. മലയാളീസ് മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞങ്ങൾ പോയി. അപ്പോൾ ഈ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ പല കളറിൽ
പല മോഡൽ മ്യൂസിക് ഇടുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കിടന്നിട്ട് വെള്ളം ഇങ്ങനെ തുള്ളിക്കളിക്കുന്നു. അങ്ങനെ രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ആളുകളൊക്കെ അങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ആൾക്കാരാണ് കേട്ടോ എന്നുവെച്ചാൽ ഇത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും അവരുടെ രീതിയിൽ ഫോട്ടോ എടുപ്പാണ് കേട്ടോ. യെസ്, സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. ജസ്റ്റ് അതിനിടയ്ക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ രസമാണ് കേട്ടോ. കുറേ കണ്ട് പല പല ഡിസൈനുകളാണ് കേട്ടോ. ഇത് വെറൈറ്റി വേറൊരു ഡിസൈനാണ്. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇങ്ങോട്ട് നമ്മുടെ വെള്ളം തെറിച്ച് നമ്മുടെ ദേഹത്തോട്ട് വീഴും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പല മോഡലിൽ ഡാൻസ് ആടുന്ന പോലെയൊക്കെയാണ് വെള്ളത്തിൻ്റെ സെറ്റപ്പ്. യെസ്, കണ്ടോ നല്ല രസമുണ്ട് കാണാൻ. യെസ്, കണ്ടോ. ഇതിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന പരിപാടികളാണ് കേട്ടോ. എന്തായാലും കണ്ടിരിക്കേണ്ട നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ ഈ KLCCയിലുള്ളത്. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഇന്നത്തെ ഭക്ഷണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് വന്നത് കേട്ടോ. അതായത് എം ഗ്രിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് കിഴിപ്പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കിഴിപ്പൊറോട്ട വന്ന് ഒരാൾ ബീഫിൻ്റെത് പിന്നെ 2 പേര് ചിക്കൻ്റെത് വാങ്ങിച്ചു. ഞാൻ ഗീ റൈസും അതുപോലെ ഫ്രൈയുമാണ്, ചിക്കൻ ഫ്രൈയും. പിന്നെ ഞങ്ങളുടെ അഫ്സൽ വാങ്ങിച്ചേക്കുന്നത് അവൻ ബിരിയാണിയാണ് വാങ്ങിച്ചത് കേട്ടോ. ഞാൻ ഗീ റൈസ് ഫിഷ് ഫ്രൈ ആണ് അടിപൊളി. പിന്നെ എല്ലാവരും ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. അവിടെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ 4 മണിയായി വന്നപ്പോൾ. അപ്പോഴത്തേക്ക് ചോറ് തീരാറായപ്പം 3 പേർക്ക് ചോറും പിന്നെ ഞങ്ങൾ 2 പേരും ബിരിയാണി റൈസുമാണ് ഓർഡർ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ്. ഞങ്ങൾ അന്ന് തലേ ദിവസം ഞങ്ങൾ കഴിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെയും ഞങ്ങൾ പിറ്റേ ദിവസം വന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും, എന്താ പറയുക, കുക്ക് ചെയ്ത് നമുക്ക് തരാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവർ ഫ്രഷായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരുന്ന കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങ് തുടയ്ക്കുക. അപ്പോൾ ഇലയൊക്കെ എത്തി. ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞങ്ങളുടെ പ്ലേറ്റും റൈസും ഒക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് എത്തി. അടുത്തത് നമ്മുടെ ചോറിൻ്റെ കറികളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. കറികളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ മലേഷ്യയിൽ പല സ്ഥലങ്ങളിലും കേരള ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടയിലെ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ്, നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നാട്ടിൽ നമ്മൾ എങ്ങനെ കഴിക്കുന്നുണ്ടോ അതേപോലത്തെ ഫുഡ്. ഈ വീഡിയോ ആരെങ്കിലും മലേഷ്യയിലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് എം ഗ്രിൽ റെസ്റ്റോറൻറ്റ് കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് ചെയ്തേക്കാം കേട്ടോ. ഫസ്റ്റ് പുളിയിഞ്ചി, പിന്നെ അച്ചാർ, പിന്നെ അതിന് ശേഷം നമ്മുടെ ചമ്മന്തി, നമ്മുടെ അടിപൊളി ചമ്മന്തി. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ കൊണ്ടാട്ട മുളക്, പിന്നെ തോരൻ, കൂട്ടുകറി, പിന്നെ അതുപോലെ തന്നെ അവിയൽ,
ഏലോ വേണോ? പുള്ളി കലം വലിച്ചു കൊണ്ടെന്ന്. പിന്നെ നമ്മുടെ നാടൻ ചോറാണ് കേട്ടോ, നല്ല അടിപൊളി ചോറ്, കുത്തരി ചോറാണ് കേട്ടോ, കുത്തരി ചോറ്. പിന്നെ ഫിഷ് ഫ്രൈ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പൊടിമീൻ അല്ല, നത്തോലി ഫ്രൈയും അയല ഫ്രൈയും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ രസം, മോര്, പായസം, ഇത് 3 ഉണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് ചോറിൻ്റെ കൂട്ടത്തിൽ സാമ്പാർ, പിന്നെ അത് സാമ്പാർ ഫസ്റ്റ് സാമ്പാർ ഒഴിച്ചു, പായസം, രസം, മോര്. പിന്നെ അതിന് ശേഷം മീൻകറി ആയിരുന്നു കേട്ടോ. യെസ്, മീൻകറി. പിന്നെ ഫിഷ് ഫ്രൈയും, രണ്ട് ഫിഷ് ഫ്രൈ എത്തിയിട്ടുണ്ട്, പിന്നെ മീൻകറി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്നൊരു സ്ഥലം കാണാൻ വേണ്ടി പോയി. മഴയായിരുന്നു കേട്ടോ, ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ വൈകുന്നേരമായി. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ, അവിടെയാണ് ഞങ്ങൾ പോയത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഫ്രീ ആണ് കേട്ടോ, നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട, ചുമ്മാ ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകാം. നല്ല രസമാണ്. അപ്പോൾ ഈ ഏതോ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ അവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയായിരുന്നുകൊണ്ട് ആളുകളൊക്കെ കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നടന്ന് അവിടെയൊക്കെ സ്ഥലം, കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷീണിച്ചുകൊണ്ടും, പിന്നെ ഞങ്ങൾ അധികം മഴയായിരുന്നുകൊണ്ട് പിന്നെ അധികം അങ്ങ് പോയില്ല. കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഞങ്ങൾ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നല്ല അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡിലും നല്ല അടിപൊളി പാർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. മഴയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിറച്ച ആളായിരിക്കും എപ്പോഴുമേ. പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരുപാട് പേര്, ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ കാര്യത്തിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി പ്രത്യേകം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ്. ഞങ്ങളെല്ലാം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് നടന്നു പോവാണ്. ലൈബ്രറി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ബുക്ക് എടുത്ത് നമുക്ക് ഇവിടുന്ന് വായിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ തന്നെ ഒരു കുളമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു കുളം. പിന്നെ അവിടുന്ന് നമുക്ക് ബുക്കൊക്കെ വായിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ബുക്കൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ബുക്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേകത ആണ് കേട്ടോ ഇവിടുത്തെ. നമുക്ക് ഇവിടെ ബുക്സൊക്കെ വായിച്ച് പിന്നെ എൻജോയ് ചെയ്തിട്ട് പിള്ളേർ വേണേൽ കളിക്കാം, ആ സമയത്ത് നമുക്കിവിടെ വായിക്കാം അതൊക്കെ രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. കാടൊക്കെയാണെന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് വെട്ടി നല്ല ക്ലീനാക്കി, നീറ്റ് ആൻഡ് ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ. ഫ്രീ പാസ്സാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾക്ക് അത്ര നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കി നിർത്തിയേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുകളിലോട്ടൊരു കുന്ന് പോലത്തെ സ്ഥലമുണ്ട്, പറഞ്ഞില്ല. അവിടുന്ന് ഞങ്ങൾ ഇത് കുറേ ഏക്കർ കണക്കിനുണ്ട്. പക്ഷേ ഞങ്ങൾ ഫുള്ളൊന്നും പോകുന്നൊന്നുമില്ല, കാരണം ഇനി നടക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല. ഒരുപാട് വ്ളോഗർമാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ മുന്നിൽ പോകുന്ന ആ പുള്ളിക്കാരൻ വേറെ ഏതോ സ്ഥലത്തുള്ളൊരു വ്ളോഗറാണ്. പിന്നെ ഇവിടെ പല വലിയ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ, മരങ്ങൾ. എന്നിട്ട് അതിൽ തന്നെ അതിൻ്റെ QR കോഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അത് ഏത് ടൈപ്പ് മരമാണ്, അത് ഏത് വർഷമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് അതിലൊരു QR കോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഞങ്ങൾക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങളതൊന്നും സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി നിന്നില്ല. സമയമൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വലിയ മരമാണ് കേട്ടോ, അത് സ്കാൻ ചെയ്ത് നമുക്ക് അതിൻ്റെ ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും.
ഓക്കെ. പിന്നെ ഞങ്ങൾ അതിന് ശേഷം അവിടെ നിന്ന് നടന്ന് വേറെ സ്ഥലത്തോട്ട് പോയി. അത് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അത് ഒരു ഫോട്ടോ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്നതാണ്, പക്ഷേ ഒരു ഫോട്ടോ നമുക്ക് ഒറിജിനാലിറ്റി നല്ലതായിട്ട് തോന്നിക്കും കേട്ടോ. ആ രീതിയിലുള്ള നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. എടുത്തു കഴിഞ്ഞു. വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ രസമുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് തന്നെ വേറെ സ്ഥലത്തോട്ട് പോവാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ബോക്സുകൾ, പിന്നെ അവിടുത്തെ റൂട്ട് മാപ്പും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടി പ്രത്യേക ബോക്സുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയി വേസ്റ്റ് ഒന്നും വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഭംഗിയായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. പിന്നെ ചെടികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും നടന്നു പോവാണ്, സ്ഥലമൊക്കെ കണ്ട്. ഇത് നാട്ടിലുള്ള സൈസ് ചെടിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി അത് നോക്കിക്കൊണ്ട് പോവാണ്. അതിന് ശേഷം നമ്മൾക്ക് നടക്കാൻ പറ്റാത്ത ആളുകൾക്കും അല്ലാതെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ തന്നെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രാത്രിയിൽ 10 മണി വരെ ഇവിടെ ഓപ്പണാണ്. അപ്പോൾ രാത്രിയിലും ഇവിടെ കാണാനും ഒക്കെ ഉണ്ട്. പിന്നെ ആ മുകളിലത്തെ വെള്ളച്ചാട്ടമാണ് താഴെ വരുന്നത്. പക്ഷേ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു ടൈപ്പ് ചക്കയാണ്, അതെന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കൈതയാണോ നടത്തില്ല ഈ പായൊക്കെ നെയ്യുന്നത്. പൈനാപ്പിളല്ല, കൈത. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമുക്ക് നടക്കാൻ പറ്റാത്തവർക്കും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ വണ്ടിയിൽ നമുക്ക് ഫുള്ളായിട്ട് ചുറ്റി നടന്ന് സഞ്ചരിച്ച് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഞങ്ങളപ്പം ചോദിച്ചു ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾക്ക് 10 റിങ്കറ്റാണ് ഇത് ഫുള്ള് ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ എന്തായാലും അതൊന്നും എടുത്തില്ല, ഞങ്ങളധികം പോകുന്നില്ല എന്നുകൊണ്ട് ഞങ്ങളിവിടെ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിച്ചു. അപ്പം ഇതിൻ്റെ താഴോട്ടൊരു ചെറിയൊരു തടാകം പോലെ അവർ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം. അതിൻ്റെ നടുക്ക് തന്നെ ഒരു സ്പ്രിങ് പോലെ വെച്ചിട്ട് നല്ല രസമായിട്ട് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ മഴയായതുകൊണ്ട് ആളുകൾ വളരെ കുറവായിരുന്നു. പിന്നെ അപ്പം ഞങ്ങളവിടെ നിന്ന് ഞങ്ങളല്ല കുറേ ആളുകൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നോക്കി. അതിനകത്ത് നിറയെ മീനുണ്ട് കേട്ടോ, നിറയെ മീനുകൾ. ഈ സിലോപ്പിയ ഉണ്ടല്ലോ, വലിയ സിലോപ്പിയ മീൻ, പിന്നെ വെള്ള കളറുള്ളത്, പിന്നെ ആമയുണ്ട് കേട്ടോ. വേണ്ടേ ഇത് കണ്ടോ, ആമ വലിയ ആമയുണ്ട് ഇതിനകത്ത്. പിന്നെ മീൻ നമ്മൾ കൈ കൊണ്ടൊക്കെ കാണിച്ചാൽ അത് വരും കേട്ടോ, ഭയങ്കര അടുപ്പമാണ്. ഇങ്ങനെ തല പൊക്കി വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര രസം. ഷീനാവൾ അവിടെ നിന്ന് ഫോട്ടോ എടുപ്പൊക്കെയാണ്. ഭയങ്കര രസമാണ് കാണാൻ. എന്നോ രസമാണോ കാണാനായിട്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര ഭംഗി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. പുള്ളി ഇതിന് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തെ
ചെടികളാണ് കേട്ടോ. നല്ല രസമുള്ള റോസ്. അതിപ്പോൾ വെട്ടിയൊക്കെ വിട്ടേക്കെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളൂടെ കഴിയുമ്പോൾ നല്ല ഫ്ലവർ വരും തോന്നുന്നു. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം ലൈറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാത്രിയിൽ വരുമ്പോൾ കുറച്ചും കൂടെ നല്ല രസമാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇനിയുണ്ട് നടക്കാൻ വേണ്ടി. ഞങ്ങൾ മടുത്തുകൊണ്ട് പകുതി കൊണ്ട് നിർത്തിയിട്ട്, പകുതിയല്ല ഒരു കാൽഭാഗം കൊണ്ട് ഞങ്ങൾ നിർത്തിയിട്ട് പോരുക. പിന്നെ ഇത് പേരാല്, നമ്മുടെ നല്ല രസമുള്ള വലിയൊരു പേരാലിൻ്റെ മരം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ നടന്ന് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെർബൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം. അവിടെ ഹെർബൽസ് നിറയെ നട്ടു വച്ചിട്ടുണ്ട്. നമ്മുടെ തുളസി, പനിക്കൂർക്കല, പിന്നെ ഇവിടുത്തേതായ രീതിയിലുള്ള കുറേ സാധനങ്ങൾ നട്ടു. പേരെന്താണെന്നൊക്കെ അറിയത്തില്ല കേട്ടോ. പിന്നെ കരുനെച്ചി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ എന്തായിരുന്നു, പിന്നെ മൈലാഞ്ചി, ലെമൺ ഗ്രാസ് നട്ടിട്ടുണ്ട്. പിന്നെ കുറേ പേരറിയാത്ത ഔഷധങ്ങൾ, പിന്നെ ഫാഷൻ ഫ്രൂട്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നട്ടു വച്ചിട്ടുണ്ട്. മഞ്ഞൾ, പേര, കറിവേപ്പ്, വെണ്ട, എല്ലാ സാധനങ്ങളും അങ്ങനെ നട്ടു വച്ചിട്ടുണ്ടോ. ഹെർബൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും പേരറിയാത്തതുകൊണ്ട് സോറി. പിന്നെ മുല്ലയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഹെർബൽ ഗാർഡനിലുള്ള ഒന്ന് മുല്ലയൊക്കെ. പിന്നെ തേക്കാന്ന് തോന്നുന്നു, തേക്ക്. മഴ പെയ്തുകൊണ്ടാണ് തീരെ ആളില്ലാത്തത്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ മുന്നോട്ട് കയറി അതൊരു പാലമാണ്. നമ്മുടെ ബിരിയാണിക്ക് അതൊക്കെ ചേർക്കുന്ന ഒരു ഇല, അതിൻ്റെ പേരെന്താണോ, ഇവിടെ പണ്ടാൻ ലീഫ് എന്ന് പറയും, ബിരിയാണി ലീഫ് എന്നത്. അവിടെ വരുമ്പോൾ നമ്മൾ വീഴാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഒരു ഷെയ്ക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ വെള്ളമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വെള്ളം കാണാനില്ല. ചൂട് സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ നടന്ന് ഇനി ഇവിടെ വന്ന് ഞങ്ങൾ മടുത്തുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.